വെൽക്കം ബാക്ക് ടു ഷൈനിങ് സ്റ്റാർസ് അൺകട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെസ്ക് മേക്ക് ഓവർ ആണ്. വെറും ഡെസ്ക് മേക്ക് ഓവർ അല്ല, ക്രിസ്മസ് തീമിലുള്ള ഡെസ്ക് മേക്ക് ഓവർ ആണ്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വേറെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ ലൈക്ക് ചെയ്യാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റഡി ടേബിളിൻ്റെ അകത്ത് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഡെസ്ക് ഡെക്കർ പോലത്തെ ഒരു സംഭവം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ സാന്റാ ക്ലോസിൻ്റെയും അതുപോലെ തന്നെ ഒരു ബെല്ലിൻ്റെയും സംഭവം തൂക്കിയിടുകയാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ക്രിസ്മസ് തീമിലുള്ള കുറച്ച് വാൾ പോസ്റ്റേഴ്സ് പ്രിൻ്റ് എടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. വരച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ അതിൽ ഒരെണ്ണം ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻ ഹോൾഡറിൻ്റെ പുറത്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ രണ്ടെണ്ണം കൂടിയിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടെണ്ണം വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ ആ പെൻ ഹോൾഡറിൻ്റെ പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്മസ് ട്രീയുടെ പിക്ചറായിരുന്നു. ഈ പിക്ചേഴ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്ററസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രിസ്മസ് ഓർണമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ ആ ഒരു പോസ്റ്റേഴ്സിൻ്റെ അടിയിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പഴയ ഏതെങ്കിലും ഒരു വളയൊക്കെ എടുത്ത് ഇതുപോലെ ക്രിസ്മസ് ഗാർലൻഡിൻ്റെ മിനി വേർഷൻ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ഡെക്കറേഷൻസും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. അത് ഞാൻ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ട് പിന്നെ 2 ചെറിയ ഡ്രംസും കൂടിയിട്ട് സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതിലേക്ക് ഇതുപോലത്തെ ഒരു സ്നോ ബോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ആയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടേബിള്. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിൾ കാണാനായിട്ട് ഒരു ക്രിസ്മസ് ലുക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ ഒരു ക്രിസ്മസ് തീമിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ സാധനങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രിസ്മസ് ഗാർലൻഡിൻ്റെ മിനി വേർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ റെഡ് കളർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര ആയപ്പോൾ ശരിക്കും സംഭവം കളറായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ എനിക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു ലൈറ്റായിരുന്നു. അത് ഞാൻ ആ ക്രിസ്മസ് റീത്തിൻ്റെ പുറകിൽ വെച്ച് കൊടുത്തു. പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലത്തെ ലൈറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. എനിക്ക് കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവറിനേക്കാളും ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ കാര്യം കമൻസിലൂടെ പറയാനായിട്ട് ആരും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.